ആരാധ്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, അരമണിക്കൂറോളം സംസാരിക്കുമെന്നാണ് ശ്രീനാഥ് പറഞ്ഞത്. പരിഭ്രമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഭ്രമിക്കാമെന്നേ പറയാനുള്ളൂ. സാധാരണഗതിയിൽ എത്ര നേരമാണെന്ന് വെളിപ്പെടുത്താറില്ല, ആളുകൾക്ക് മാനസിക വിഷമം ഉണ്ടാവാതിരിക്കാൻ. ഏതായാലും ഇന്ന് രാവിലെ മുതലുള്ള പ്രഭാഷണങ്ങൾ മുഴുവൻ ഞാൻ കേട്ടു. പ്രത്യേകിച്ചും രാമാനന്ദൻ്റെ സുദീർഘമായുള്ള നല്ലൊരു പ്രസംഗമായിരുന്നു. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. രാമാനന്ദൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് എനിക്ക് പരിചയമുണ്ട്. എന്നെ പ്രസംഗിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ക്രമേണ വലിയ മാറ്റമാണ് ഉണ്ടായത്. മുൻ തലമുറയിലെ ശൂരനാട്ട് കുഞ്ഞൻപിള്ള, GN പിള്ള, മാധവജി തുടങ്ങി തന്ത്രയുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന എല്ലാവരെയും എനിക്കറിയാം. അവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരാണ്, ദേവശിഖാമണി. പക്ഷെ അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾക്ക് വിചാരിക്കും ഇതോടുകൂടി അവസാനിക്കും, ഇനി ഇവർക്ക് പകരം ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ രാമാനന്ദൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തോന്നി ഇതിനേക്കാൾ ശക്തിയുള്ളവരാണ് വരണത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന യുവാക്കൾ നമ്മുടെ ശ്രീനാഥൊക്കെ ആ കൂട്ടത്തിൽ വരും. പുതിയ യുവാക്കൾ പണ്ടത്തേക്കാൾ ശക്തിമത്തായിട്ടാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അംഗീകാരം ആദ്യമേ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ സന്തോഷിക്കണം. അറിയിക്കുന്ന വ്യക്തികൾക്കാണ് ഈ അംഗീകാരം കിട്ടുന്നതെന്നറിയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. ഇനി തന്ത്രയെക്കുറിച്ച് ഇഷ്ടംപോലെ ആളുകൾ കേട്ടു. വേറൊരു രീതിയിൽ, ഒരു കഥ എഴുത്തുകാരൻ്റെ രീതിയിൽ ആണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതും എഴുതുമ്പോഴൊക്കെ അതിൻ്റെ മീനിങ് വേറൊന്നാവും. നൈമിഷാരണ്യം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഋഷിമാർ ഒരുമിച്ച് വട്ടളഞ്ഞിരിക്കുന്ന ശീലം ഇപ്പോഴും ഉണ്ട്. സന്ധ്യയ്ക്ക് വളരെ നേരം അവർ മൗനമായിട്ടിരിക്കും, ആരുമുണ്ടില്ല. ഏതോ ഒരാൾ, ഒരു ഋഷി പറഞ്ഞു, എന്തോ കാര്യം നോക്കിയിട്ട് എന്ത് മനോഹരം എന്നെന്തോ പറഞ്ഞു, പ്രകൃതിയിലെ ഏതോ ദൃശ്യം നോക്കി. അപ്പോൾ കൂടെയുള്ള വേറൊരാൾ പറഞ്ഞു, ഇങ്ങനെ വായാടികളായ ആളുകളെ നമുക്ക് പറ്റില്ല. ഒരു വരി പറഞ്ഞേനെ, എത്ര മനോഹരമായ സന്ധ്യ എന്നിട്ടാണ് പറഞ്ഞത്. അങ്ങനെ വാക്കുകൾ ചുരുക്കി പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. ഹിമാലയം വരെ നമ്മൾ പോയാൽ ഇങ്ങനെ വാക്കുകളെ കൈകാര്യം ചെയ്യുന്നവർ ഉണ്ട്. നൈമിഷാരത്തിൽ വെച്ച് തന്നെ ഒരാൾ അനുഭവം പറഞ്ഞു. സന്ധ്യയ്ക്ക് വട്ടളഞ്ഞിരിക്കും, ഒരു പന്തം കത്തിച്ചു വയ്ക്കും, വളരെ നേരം മൗനം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ ഗുരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പറയുക. തിരക്കുള്ളവരിരിക്കേണ്ടതല്ല. തന്ത്രശാസ്ത്രം തിരക്കുള്ളവർക്കേ അല്ല. അതുകൊണ്ടാണ് ഇരുന്ന് പറയണമെന്ന് പറയുന്നത്. എന്തിനാണ് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുമ്പോഴും കല്യാണം ഉറപ്പിക്കുമ്പോഴൊക്കെ ഇരിക്കണം തരാം. ചമ്മറം പിടിഞ്ഞിരിക്കുന്ന ആൾ കസേരയിലിരിക്കുമ്പോൾ പിന്നെ എണീക്കാൻ എളുപ്പമാണ്. അപ്പം ധൃതിയുടെ ഒരു ഭാഗമാണ്. നിൽക്കാൻ കുറച്ചും കൂടി സുഖം, എന്താ അറിയോ, പിന്നെ നടക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ചമ്മറം പടിഞ്ഞിരിക്കുന്നോടത്ത് നിന്ന് ഓരോ സ്റ്റേജാണ് ധൃതിയുടെ സ്റ്റേജാണ്. ധൃതി ഇല്ലാതെ വേണം ഇരിക്കാൻ, തിരക്ക് കൂട്ടരുത്. അപ്പോൾ തിരക്ക് കൂട്ടാതെ ഇരുന്ന് കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ചില പ്രത്യേക അവസരങ്ങളിൽ നമുക്ക് കിട്ടുള്ളൂ. അർജുനന് വിഷാദം വന്നപ്പോൾ തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്. അതിന് മുമ്പ് സമയം ഉണ്ടായില്ലേ, പറഞ്ഞാൽ ശരിയാവില്ല. നിന്ന് സംസാരിച്ചാലോ നിന്ന് കേട്ടാലോ ഒരു കാര്യം ചെവി കയറിയില്ല. ഇരിക്കണം, വിഷാദം ഉണ്ടാവണം. അങ്ങനെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചില സന്യാസിമാർ, അധികം വർത്തമാനം പറയാത്തവർ, അടുത്തിരിക്കുന്ന ആളോട് പറയുത്രേ, ഞാൻ പറഞ്ഞു കേട്ടാണ്,
സ്വാമി 7:30 മണിക്ക് ഞാൻ പോകും കേട്ടോ. അങ്ങനെ അവരവിടെ ഇരിക്കും, പന്തം കത്തിച്ച് വയ്ക്കും, സത്സംഗം നടത്തും. 7:30 മണിയാവുമ്പോൾ ഈ വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കും, സമാധിയാവും. അതാണ് ഈ പറഞ്ഞത്. ജനിക്കാനുള്ള സമയം നമുക്കറിയാൻ എങ്കിൽ ഒരാളുടെ മരണസമയവും അറിയാവുന്ന ടെക്നിക്കുകളുണ്ട്. മരിക്കുന്നതിന് 9 മാസം മുമ്പേ ആരുടെ മരണത്തെപ്പറ്റിയും അറിയുന്ന ലക്ഷണങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഇതിന് കിട്ടില്ല. ഈ ആശയങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ 5 മിനിറ്റ് വെട്ടാതിരിക്കുന്ന ഒരാളെ കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്ക് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, അസ്വസ്ഥനാവും. പല ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കാം, പക്ഷേ 10 മിനിറ്റ് കോൺസെൻട്രേഷൻ കിട്ടണ്ടേ എന്ന്. അത് കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. അപ്പം എന്തു വേണം? വലിയ തത്വങ്ങൾ മാസിനെ അറിയിക്കണം. അപ്പം മാസിനെ അറിയിക്കുമ്പോൾ അത് കഥാരൂപത്തിലൊക്കെ പറയും. കഥാരൂപത്തിൽ പറയുമ്പോൾ എന്ത് സംഭവിക്കും? കഥ എല്ലാവരും ഏറ്റു പറയും. കഥ എല്ലാവരും ഏറ്റു പറഞ്ഞിട്ട് ഒടുവിൽ ഇതേമാതിരിയുള്ള അവസരങ്ങളിൽ എന്താണ് ഇതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോഴാണ് ഇതാണ് നമ്മൾ കഥ പറഞ്ഞല്ലേ. ഞാൻ ഇപ്പോൾ ഒരു കഥ പറയുകയാണ്. ഒരമ്മയ്ക്ക് 2 ആൺമക്കളുണ്ട്. നല്ല സൗന്ദര്യമുള്ള ഇരട്ട പ്രസവിച്ച 2 ആൺമക്കളാണ്. ഒരാളുടെ പേര് ഹരിദാസൻ, ഒരാളുടെ ഹരിപ്രസാദ്. ഇവർ 2 പേരും കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവരും. അമ്മ പറയും, ഒരു കാര്യമുണ്ട്, ഐക്യത്തിൽ നിൽക്കണം, എന്ത് കിട്ടിയാലും ഒരാൾ ഒറ്റയ്ക്ക് എടുക്കരുത്, 2 പേർക്കും കൂടി അമ്മയ്ക്ക് വാക്ക് തരണം. ഇവർ കാട്ടിൽ വിറക് വെട്ടാൻ പോയപ്പോൾ ഒരു പാട്ട് കേട്ടു, സിനിമ കാണുന്ന മാതിരി. ഒരു യുവതി പാട്ട് പാടി വരുന്നു. പാട്ട് അവസാനിച്ചു. ഇവർ 2 പേരും കണ്ടു. 2 പേർക്കും പ്രണയമായി. എന്താ പേര് എന്ന് ചോദിച്ചു. ഓമന എന്നാണ് പേര്. 2 കൂട്ടരും അതുപോലെ സിനിമാ കഥയാകുമ്പോൾ ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം, ഞാൻ കഥ എഴുതി ശീലമുണ്ടല്ലോ. അങ്ങനെ 2 പേര് പ്രണയിച്ച ഒരു കാര്യമുണ്ട് ഒരു കഥയിൽ. ആരാ കല്യാണം കഴിക്കുക എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. സിനിമയുടെ ഒരു ബേസിക് ടെക്നിക്കാണ്. ഇതിലാരാ നായികയെ കല്യാണം കഴിക്കുക എന്നറിയാം. ഓമന് 2 പേരും ഇവർ പറഞ്ഞു അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരാൾ ഒറ്റയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ വെച്ചൊരു അമ്പലം എന്തുകൊണ്ട് ആരുമില്ല, സാക്ഷിയില്ല, മാലിട്ട് ഓമനയും കൊണ്ട് വീട്ടിൽ വന്നു. അമ്മ അവിടെ ഉമ്മർത്തുണ്ട്. അമ്മോട് പറഞ്ഞു ഞങ്ങൾ ഈ ഓമനെ കല്യാണം കഴിച്ച് വരിക. അമ്മ ചോദിക്കേണ്ട ചോദ്യമാണ്, വിഡ്ഢിത്തൻ നമ്പർ 1, 2 കൂടിയല്ലേ? അതേന്ന് പറഞ്ഞു. ഇവരുടെ ഭാര്യയായി. അതിലൊരു കുട്ടി ജനിച്ചു. കുട്ടിക്ക് ആർദ്ര എന്ന് പേരിട്ടു. ആർദ്ര നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. വൈറ്റ് ഡ്രസ്സാണ് ആർദ്ര ധരിക്കുക. നല്ല വൈറ്റ് ഡ്രസ്സ് ധരിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ ഓടി കിടക്കും. ഇത്രയും ഇപ്പോൾ കഥ കഴിഞ്ഞപ്പോൾ കഥ കഴിഞ്ഞു ഒരർത്ഥത്തിൽ. ഇതുപോലെ വിഡ്ഢിത്തമുള്ളൊരു കഥ ഉണ്ടോ? ഈ അമ്മയ്ക്ക് കോമൺ സെൻസ് ഇല്ലേ? ഈ ഓമനയ്ക്ക് അച്ഛനും അമ്മയില്ലേ? പാട്ടും പാടി കാട്ടുകൂടെ വരിക. ഇവരെ കണ്ടപ്പോൾ 2 പേരുടെയും കൂടി ഭാര്യയായിട്ട് അങ്ങോട്ട് പോവുക. ഇനി ആർദ്ര നല്ല ഭംഗിയുള്ള കുട്ടിയൊക്കെയാണ്, പക്ഷേ അച്ഛൻ്റെ പേരെന്താ രജിസ്റ്ററിൽ എഴുതുക. പക്ഷേ ഈ കഥയുടെ ഭംഗി കൊണ്ട് ചിലപ്പോൾ സിനിമയാവും, സീരിയലാവും. ഒരാൾ വേറൊരാളോട് പറയും, അങ്ങനെ ഈ കഥ അങ്ങോട്ട് പ്രചരിക്കും. കഥ പ്രചരിച്ചിട്ട് ഒടുവിൽ ഒരിടത്തിരുന്ന് ഇതിൻ്റെ അർത്ഥം അറിയുമ്പോൾ എന്നാലേ ഓമനയുടെ കഥ നമ്മൾ വിചാരിക്കുന്നതല്ല. H2O എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? H2O എന്ന് പറഞ്ഞാൽ ആ എഴുതി വെച്ചാൽ അവിടെ ഇരിക്കും, അതോടെ മാഞ്ഞു പോകും.
2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമായി. ഇതിൻ്റെ കഥാരൂപം അപ്പം ഞാൻ പറഞ്ഞത്. ഈ അമ്മ പരാശക്തിയാണ്. 2 ഹൈഡ്രജൻ എന്നുള്ളതിന് ഞാൻ ഹരിദാസനും ഹരിപ്രസാദും ആക്കി. ഓക്സിജനാണ് ഓമന. ഓക്സിജനെയാണ് ഓമനയാക്കിയത്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നപ്പോൾ എന്തായി? വെള്ളമായി. അതുകൊണ്ടാണ് തന്ത്രപൂർവ്വം കുട്ടിക്ക് ആർദ്ര എന്ന് പേരിട്ട്. ആ കുട്ടി വൈറ്റ് ഡ്രസ്സാണ് ധരിക്കുക എന്ന് പറയാൻ കാരണം, വെള്ളത്തിന് വെള്ളം എന്ന് പേര് വരാൻ കാരണം തന്നെ വെളുത്തതായതുകൊണ്ടാണ്. വെളുപ്പ്, കാരുണ്യം, ആർദ്ര. ഇത് ഈ കഥാരൂപത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പ്രചരിച്ചതിന് ശേഷം ആവശ്യക്കാരൻ അതിൽ ഒളിപ്പിച്ച് വെച്ച കാര്യം മനസ്സിലാക്കി. നേരിട്ട് H2O എന്ന് പറഞ്ഞാൽ ഒരാളും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഒരു മുട്ടുസൂചി പോലും ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു പേപ്പർ കടലാസ് എടുത്ത് ആ മുട്ടുസൂചി അതിൽ കുത്തിയിട്ട് കൊടുത്താൽ വേറൊരാൾക്ക് എത്തിക്കാം. ആ മുട്ടുസൂചിക്കാണ് പ്രധാനം. നമ്മൾ മുട്ടുസൂചി വലിച്ചെറിഞ്ഞ് ആ കടലാസ് വയ്ക്കാനും ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് ഉത്തരവാദിത്തപ്പെട്ട ആശയങ്ങൾ മുഴുവൻ ഗുരുക്കന്മാർ പറഞ്ഞത് കഥാരൂപത്തിലാവാൻ കാരണം. പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു. എപ്പോൾ കഥാരൂപത്തിലില്ലെങ്കിൽ അത് കണക്ക് മാത്രമാവും, അത് വിരസമാവും. പലപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നത് അതിൻ്റെ ചമൽക്കാരങ്ങളാണ്. ഞാൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രസംഗങ്ങൾ വരെ കേൾക്കുമ്പോൾ ചില ശാഖാചംക്രമണമാണ് കൂടുതൽ ഇഷ്ടാവുള്ളത്. ഇതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആ ശാഖാചംക്രമണമാണ് ഇതിന് ഒരു അനുഭൂതി കൊടുക്കുന്നത്. ഭാരതത്തിലെ മിക്കവാറും കാര്യങ്ങൾ മുഴുവൻ ഇതേമാതിരിയാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഗുരുവിനെ നമുക്ക് വേണം. എത്രയോ വായനാശീലമുള്ളതുകൊണ്ട് എത്രയോ കാര്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് അർത്ഥം പിടിച്ച് കിട്ടില്ല. ഒരു ഗുരു ഒന്നുണ്ടായിരുന്നെങ്കിൽ, പണ്ട് പലരോടും വിളിച്ചു ചോദിക്കും ഫോൺ വഴി, TP നാരായണ പിഷാരടി മുതൽക്ക് കേരളത്തിലുള്ള പലരോടും. ഇപ്പം അങ്ങനെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. കാരണം സംശയം ചോദിക്കുമ്പോൾ എന്താ ഉത്തരം ഇങ്ങോട്ട് ചോദിക്കും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു സാധാരണ കഥ ഞാൻ പറയുകയാണ്. ബ്രഹ്മാവിനൊരു യജ്ഞം നടത്തണം. അപ്പോൾ യജ്ഞം കേമമായ യജ്ഞമാണ്. യജ്ഞം നടത്തണമെങ്കിൽ മഹർഷിമാർ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ പത്നിയായുള്ള സരസ്വതി അടുത്ത് ഇരിക്കണം. ഈ സരസ്വതി അടുത്തിരിക്കണം എന്ന് പറഞ്ഞതിനൊക്കെ അർത്ഥമുണ്ട്. ആ സാരസ്വതമാണ്, ഒഴുക്കാണ്. ഈ സരസ്വതി യജ്ഞം നടക്കേണ്ട സമയത്തേക്ക് വരുമ്പോൾ പറഞ്ഞു, ബാക്കി ദേവന്മാരുടെ ഭാര്യമാരുടെ കൂടെ ഞാൻ വന്നോളാം, നിങ്ങൾ നടന്നോളൂ എന്ന് പറഞ്ഞു. യജ്ഞം നടക്കേണ്ട സമയമായി. ബ്രഹ്മാവ് വന്നിരുന്നു. നോക്കുമ്പോൾ എന്താ, മുഹൂർത്തമായി. സരസ്വതി സാരി എടുത്ത് വരാൻ കുറച്ച് വൈകി. ബാക്കി സ്ത്രീകളുടെ കൂടെ വന്നപ്പോൾ മുഹൂർത്തമായി. ഈ സമയത്ത് ഉടനെ യജ്ഞം നടത്തിയേ പറ്റൂ. ഉടനെ ബാക്കി മഹർഷിമാർ പറഞ്ഞു, ഇപ്പം വേറെ കല്യാണം കഴിക്കണം, ഭാര്യ ഉണ്ടായാൽ പറ്റൂ. ഉടനെ അവിടുന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, സാവിത്രി. കല്യാണം കഴിച്ച് അവിടെ ഇരുത്തി ഭംഗിയായിട്ട് യജ്ഞം നിർവഹിച്ചു. എന്താ ഈ കഥ? ഇതുപോലെ സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു കാര്യമുണ്ടോ? ഭാര്യ വരാൻ കുറച്ച് വൈകുമ്പോഴേക്കും വേറെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുരുഷൻ്റെ മേധാവിത്വവും അഹങ്കാരവും വേറെ ഉണ്ടോ? പിന്നെ ആ സരസ്വതിയുടെ മുഖം എങ്ങനെ ഇരിക്കും? സാവിത്രിയെ കല്യാണം കഴിച്ചു, വരാൻ വൈകിയില്ലേന്ന്. നേര് പറഞ്ഞാൽ എന്തോ കാര്യം ഇതിലുണ്ട്. ഇങ്ങനൊരു കഥ പറയില്ല. ഒരു പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. ഈ കഥ ഇങ്ങനെ പറയാൻ കാരണം, ഇതിപ്പോൾ വേറെ വല്ലവരുടെയും കയ്യിൽ കിട്ടിയ പുരുഷ മേധാവിത്വം, ഭാരതത്തിലെ സ്ത്രീകൾ അനുഭവിച്ച ക്രൂരത എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ നമ്പർ 1 ഗുരുനാഥൻ, ഞാൻ ചെന്ന അവസരത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്.
ആ പ്രസംഗം എനിക്കത് ഇഷ്ടമായി. എൻ്റെ ചോദ്യം മനസ്സിലുള്ളത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഈ കഥയിൽ പറഞ്ഞു ബ്രഹ്മാവ് യജ്ഞം നടത്തി. എന്താ അർത്ഥം? ബ്രഹ്മാവ് തൊടാൻ നമ്മൾ, അല്ലാത്ത വേറിട്ടൊരു ബ്രഹ്മാവല്ല. നമ്മൾ സൃഷ്ടി നടത്തുന്നവരാണ്. നമ്മൾ തന്നെ ബ്രഹ്മാവ്. ഞാനും നിങ്ങളും ഒക്കെ ബ്രഹ്മാവാണ്. ഞാൻ ഈ പ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണല്ലോ, ബ്രഹ്മാവാണ്. അതിനാര് വേണം? സരസ്വതി വേണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സരസ്വതി വേണം. സംസാരിക്കാൻ സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ശ്രവിക്കണമെങ്കിൽ സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ സരസ്വതി കൂടെ വേണമെന്ന് പറയാൻ ആരുടെ കാര്യത്തിലും. ഇവിടെ ഈ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ സരസ്വതി വരാൻ കുറച്ച് വൈകി. അതാണ്. അല്ലാതെ സരസ്വതിക്ക് സാരി കൊടുക്കലല്ല കാര്യം. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമൻ്റെ അച്ഛൻ്റെ പേര് മറന്നുപോയി. ഇതാണ് സരസ്വതി വരാൻ വൈകി എന്നുള്ളതിൻ്റെ അർത്ഥം. ഉടനെ ശ്രീരാമൻ്റെ അച്ഛൻ്റെ പേരറിയാത്ത ആളിവിടെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഗുരു പറയും എന്തോ ഇപ്പോൾ മറന്നു പോയതാണ്. ഇവിടെ സാവിത്രി എന്ന് പറഞ്ഞാൽ ഉപാസന, അനുഷ്ഠാനം എന്നാണ് അർത്ഥം. അനുഷ്ഠാനമുള്ള വ്യക്തിയെ അനുഷ്ഠാനം സഹായിക്കും. സരസ്വതി കുറച്ച് വൈകിയിരുന്നാലും. ഇവിടുന്ന് അപ്പം രാമാനന്ദം പറയും പോട്ടെ, അച്ഛൻ്റെ പേര് മറക്കാനുള്ള കാരണം അദ്ദേഹം അച്ഛൻ്റെ പേര് ദശരഥന് പണി ഞാൻ പലവണ കേട്ടിട്ടുണ്ട്. ഇപ്പം മാപ്പ് കൊടുക്കാം, അനുഷ്ഠാനം ഉണ്ടായാൽ മതി. ഒരു വ്യക്തിക്ക് അനുഷ്ഠാനം, സാവിത്രി, സവിതാവ് എന്നതിൽ നിന്നാണ് ആ നാമം വന്നത്. എത്ര വലിയ ആദർശമാണ് ഒരു കാര്യത്തിൽ ഒളിപ്പിച്ച് വെച്ചത് നമ്മൾ ചിന്തിക്കണം. അപ്പം ആദ്യം കഥ കേൾക്കുമ്പോൾ, പല ഋഷിമാരുടെ കാര്യവും കേൾക്കുമ്പോൾ, തന്ത്ര പഠിക്കാനൊന്നും വളരെ എളുപ്പമാണ്. മണ്ണാങ്കട്ടയും കരിയിലേയും കൂടി കാശിക്ക് പോയി. എല്ലാവർക്കും അറിയാം. എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ പട്ടാമ്പിക്കാരനാണ്, എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ് മണ്ണാങ്കട്ടയും കരിയിലേയും കൂടി കാശിക്ക് പോയി. കാശിക്ക് പോകുന്ന സമയത്ത് കാറ്റ് വന്നു, കരിയിലുള്ള മുകളിൽ മണ്ണാങ്കട്ട കയറിയിരുന്നു. പിന്നെ യാത്ര തുടങ്ങും. ഇത് വലിയ സുഹൃത്തുക്കളാണ്. പിന്നെ മഴ വന്നപ്പോൾ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു. കാറ്റും മഴയും കൂടി വന്നു. മണ്ണാങ്കട്ട അലിഞ്ഞു പോയി, കരിയില പറന്നും പോയി. എന്താ ഈ കഥ എപ്പോഴും നിൽക്കാൻ കാരണം എന്നറിയോ? ഈ കഥ ഇതിലിപ്പോൾ വല്ല അർത്ഥമുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലും കൂടി കാശിക്ക് പോയത്. ഈ കഥ നിൽക്കാനുള്ള കാരണം, ഏത് ജ്ഞാനത്തെയും വിജ്ഞന്മാർ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരും. ഇതിന് വിജ്ഞന്മാരുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും ഈ തന്ത്രം മുതൽക്ക് ഇന്ന് രാമാനന്ദൻ സംസാരിച്ച കാശ്മീരി ശൈവതന്ത്രം വരെ നിലനിൽക്കാനുള്ള കാരണം വിജ്ഞന്മാർ അഭിനന്ദിച്ചു. അവരിതിനെ സംരക്ഷിച്ചു. ഇപ്പോഴും ഭാരതത്തിൽ ഈ അറിവുകളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഈ വിജ്ഞാനത്തെ സംരക്ഷിക്കും. അവരുടെ അംഗീകാരം കിട്ടിയതുകൊണ്ട് ഈ കഥ വന്നു. ബാക്കി കഥകളൊക്കെ നഷ്ടപ്പെട്ടു. ആയുർവേദത്തിൽ ശരീരവും നമ്മളുടെ മനസ്സും തമ്മിൽ വലിയ ഐക്യം. ആത്മാവും മനസ്സിന് ടെൻഷൻ വന്നാൽ ശരീരത്തിനെ ബാധിക്കും. ശരീരത്തിനെ ബാധിച്ചാൽ മനസ്സിനെയും ബാധിക്കും. നമുക്ക് ശാരീരികമായിട്ട് എപ്പോൾ അസുഖം വന്നിട്ടുണ്ടോ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. ഇതിൽ ചെപ്പുകുടവും നെയ്യും മാതിരി എന്നാണ് ആയുർവേദം പറയുന്നത്. ചൂടുള്ള നെയ്യ് ചെപ്പുകുടത്തിൽ ഒഴിച്ചാൽ ചെപ്പുകുടം ചൂടാവും. നേരെ തിരിച്ച് ചെപ്പുകുടം ചൂടാണ്, നെയ്യ് ചൂടില്ല, അതിലൊഴിച്ചാൽ നെയ്യും ചൂടാവും. ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? എന്താണ് ഈ ലക്ഷ്യം? ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ലക്ഷ്യം എന്താ?
കാശിക്ക് പോക്ക്. കാശി എന്ന് പറഞ്ഞാൽ വാരാണസി എന്ന കാശി ഒരു കാശിയാണ്. കാശി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശത്തിലേക്ക് പോകാനാണ് നമ്മളുടെ ജന്മം. അതിനാണ് ജന്മം തന്നത്. ഇതാണ് കാശി. ഉജ്ജയിനി എന്ന് വിളിക്കുന്നതാണ് കാശി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഒരു വാസ്തുപുരുഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആജ്ഞാചക്രമാണ് കാശി. കുണ്ടലിനി ശക്തി ഉയർന്നു പോകുന്നു. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് മണ്ണാങ്കട്ടയും കരിയിലും കൂടി കാശിക്ക് പോയി എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ ചെൽപ്പളശ്ശേരിക്ക് പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്താ ഈ കാശി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ആജ്ഞാചക്രത്തിലേക്ക് ഈ കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിക്കുന്നതാണ്. ഇതിന് ശരീരവും ആത്മാവും പരസ്പരം യോജിക്കും. പക്ഷേ ഒടുവിൽ മരണം വരുമ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞുപോയി, കരിയില പറന്നും പോയി. ഇതിനെയാണ് ഒളിപ്പിച്ച് വെച്ചതാണ് തന്ത്ര. തന്ത്രയിൽ വലിയൊരു കാര്യം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. അത് ഒളിപ്പിച്ച് വെച്ച് എന്തിനു വേണ്ടിയാണ്? അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകും. എല്ലാ സ്ഥലത്തും പറന്നു പോകുന്നതിൻ്റെ കാരണം അതിനകത്ത് അതിൻ്റെ വിത്തുണ്ട്. ആ വിത്ത് ഒരിടത്ത് വീണ് മുളയ്ക്കണമെങ്കിൽ ഇങ്ങനെ പറന്നു പോകണം. ഇതുപോലെ ഭാരതീയമായ മുഴുവൻ കഥകളെടുക്കൂ. കൃഷ്ണൻ്റെ കഥ മുഴുവൻ തന്ത്രയാണ്. രാമൻ്റെ മുഴുവൻ തന്ത്രയാണ്. അത് ഒന്നൊളിപ്പിച്ച് വെച്ചതാണ്. ഇപ്പോൾ തന്നെ മാതൃഭൂമിക്കാർ ഈ കൃഷ്ണകാന്ഡത്തെ പറ്റി 5 ദിവസം എഴുതാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ബാലിവധ അവിടെയാണ്. അപ്പോൾ ബാലിവധത്തെ എഴുതപ്പറ്റി ഏതാനും വാക്കുകൾക്കുള്ളിൽ എഴുതണത്. കുറേ ലെങ്ത്ത് ഒരു 4-5 പേജൊന്നും എഴുതാൻ പറ്റില്ല. 2 പാരഗ്രാഫേ പാടുള്ളൂ. ആ ബാലിയെ കൊന്നതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു രഹസ്യം ഉണ്ട്. ഇതേപോലെ സീതയെ ഉപേക്ഷിക്കുന്നത് രാമായണ കഥ തികച്ചും താന്ത്രികമാണ്. ആ താന്ത്രിക രീതിയിൽ രാമായണ കഥയെ അനലൈസ് ചെയ്ത് വരുമ്പോൾ കേൾക്കുന്നവർ പറയും ശരിയാട്ടോ സീതയെ ഉപേക്ഷിക്കണം. കാരണം സീത എന്ത് പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാലി നേരിട്ട് എതിരിട്ടാൽ പകുതി ശക്തി പോകും. അപ്പോൾ അത്തരം പ്രലോഭനങ്ങളെ ഒളിയമ്പിയെ അതിൽ നിന്ന് മാറിയ നിർവാഹമുള്ളൂ. തീർന്നില്ല. എന്തിന് ബാലിയെ കൊന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നത് ശ്രദ്ധിക്കണം. സാമാന്യ നീതിയോ യുക്തിയോ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളോ അവതാരങ്ങൾക്ക് ബാധകമല്ല. അവർ സത്യമാണ് പ്രവർത്തിക്കുന്നത്. വളരെ ആലോചിക്കണ ഒരു ഉത്തരം കിട്ടാൻ. സത്യം വേറെ. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ നിയമമാണ് നമ്മൾ പറഞ്ഞത്. അഭിമന്യു മരിച്ചപ്പോൾ കൃഷ്ണനും ഇതാ പറഞ്ഞത്, സത്യം അതായിരിക്കെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സാമൂഹ്യ നിയമവും കാലത്തിനനുസരിച്ച് മാറുന്ന നിയമമൊന്നും സത്യത്തിൻ്റെ ദേവതയാണത്. അത് ശരിയാണ്. ദിഗംബര ബുദ്ധിയിലൂടെ ആലോചിച്ചാൽ ഇതൊക്കെ ശരിയാണ്. ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ അവതാരങ്ങളുടെ കറക്റ്റാണ് അവതാരങ്ങൾ ചെയ്യുന്നത്. ഇത് കൃഷ്ണൻ്റെ കഥയെടുത്താലും രാമൻ്റെ കഥയെടുത്താലും ഒക്കെ ശരിയാണ്. നമ്മൾ ഇതേമാതിരി ഇരുന്ന് ഒരു വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു വ്യാഖ്യാനമുണ്ടെങ്കിൽ മാത്രമേ തന്ത്ര മനസ്സിലാകുകയുള്ളൂ. ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട്, ഒളിപ്പിച്ച് വെക്കണം എന്ന് വിചാരിച്ചല്ല, അത് മനസ്സിലാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജന്മത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നു. മറവിയാണ് ജീവിതം. ആ മറവി ആയതിനാൽ അത് ചിലതൊക്കെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കണം.
തമിഴിൽ പറയാം മറന്നു പോച്ച്, മറന്നുപോയി. മറന്നു പോച്ച് എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് മരുന്ന് എന്നത്. മരുന്ന്, ഇത് ആധികാരിക ഗ്രന്ഥങ്ങൾ പറഞ്ഞാണ്. മരുന്ന് എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും മരുന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? രാവിലെ എണീറ്റാൽ 2 ഗുളിക താന്ന് ആമാശയം പറയുന്നുണ്ടോ? ഞാൻ പ്രകൃതി സ്റ്റഡിയും ക്ലാസ് എടുക്കുന്ന ആളാണ്. മരുന്ന് വേണ്ട. മരുന്ന് എന്ന് പറഞ്ഞാൽ മറന്നു പോയത് ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിക്കുന്ന ആളുടെ പേരാണ് ഭിഷഗ്വരൻ എന്ന്. അല്ലാതെ 16 ഗുളിക എഴുതി കൊടുക്കലല്ല ഭിഷഗ്വരൻ. നിങ്ങൾ ജീവിതത്തിൽ ഇന്ന കാര്യം മറന്നുപോയി. മെഡിറ്റേറ്റ്, അതിൽ നിന്നാണ് മെഡിസിൻ എന്ന വാക്ക് വന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ മറന്നു പോയത് ഓർമ്മിപ്പിക്കണം. അപ്പം ഭിഷഗ്വരൻ പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ മറന്നു. സാധാരണ ഭിഷഗ്വരൻ. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഭിഷഗ്വരനാണ്. എത്ര ജന്മങ്ങൾക്ക് മുമ്പേ വരെ കാര്യങ്ങൾ അറിയും. അതാണ് ഒരു സ്ത്രീയുടെ മക്കൾ മുഴുവനും മരിച്ചുപോയി, കൃഷ്ണനോട് കരഞ്ഞു. അപ്പോഴും കൃഷ്ണൻ എന്ത് പറഞ്ഞു? സത്യം അതായിരിക്കേ. അല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ മുമ്പിൽ ആലോചിക്കാൻ പറഞ്ഞു. വളരെ സിദ്ധിയുള്ള സ്ത്രീയാണ്. ആ സിദ്ധിയുള്ള സ്ത്രീ ആലോചിച്ച് കൃഷ്ണനോട് പറഞ്ഞു, ഈ ജന്മം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മക്കളിങ്ങനെ മരിച്ചു പോകാൻ. കഴിഞ്ഞ ജന്മത്തിലോ എന്ന് ചോദിച്ചു. വളരെ സിദ്ധിയുള്ള സ്ത്രീ ആയതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലേയും പറഞ്ഞു. 4 ജന്മത്തിലെ പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചു, അതിനു മുമ്പോ? എനിക്കറിയില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, അതിനു മുമ്പും ജന്മമുണ്ടായിട്ടുണ്ട്, എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിയാക്ഷൻ വരും. അതറിയാത്തവർ സാമാന്യ നിയമം അനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ ക്രൂരത കാണുമ്പോൾ പ്രകൃതി ക്രൂരത കാണിച്ചു എന്നൊക്കെ പറയും. പ്രകൃതി ക്രൂരതയൊന്നും കാണിക്കുന്നില്ല, സത്യമാണ് സംഭവിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകണം. ഇത് മനസ്സിലാകണമെങ്കിൽ ഓരോ കാര്യത്തിൻ്റെ പിന്നിലും, പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൽ ഓരോ കഥയുടെ പിറകിലും ഒളിഞ്ഞിരിക്കുന്നൊരു കാര്യം ഉണ്ട്. അതിലേറ്റവും വലുത് നമ്മൾ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ടാണ് കൃഷ്ണ കുചേല കഥയിൽ പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ പറഞ്ഞാൽ ആ ഒരുമിച്ച് പഠിച്ചവർ തമ്മിൽ കാണാൻ പോയി കുറച്ച് അവിലുമായിട്ട് എന്നൊന്നും പറയുന്നല്ല കഥ. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. നമ്മൾ ഏറ്റവും സന്തോഷം അനുഭവിച്ചപ്പോഴാണ്, ഏറ്റവും ശാന്തിയും സമാധാനവും അനുഭവിച്ചത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴാണ്. സംശയമില്ല. ആ ശാന്തിയും സമാധാനവും ഇപ്പം നമുക്ക് കിട്ടണം. സന്തോഷത്തിൻ്റെ എക്സ്ട്രീം, സുരക്ഷിതമായ ഒരു മാനസികാവസ്ഥ അന്ന് അനുഭവിച്ചത് കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. എവിടേക്ക് പോകണമെന്നറിയില്ല. അന്ന് വളരെ സുരക്ഷിതമായിട്ടൊരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പരമാത്മാവ്. അതിനെ കാണാൻ ഓടി നടക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോകണു, വഴക്കുണ്ടാക്കണു. ഈ ഭൂമിയിൽ എല്ലാവരും ചെയ്യുന്ന എല്ലാ കർമ്മവും ആ സുഹൃത്തിനെ അന്വേഷിക്കുകയാണ്. അന്ന് വളരെ ശാന്തമായിരുന്നല്ലോ. അന്ന് കേട്ടിരുന്നത് അമ്മയുടെ ഹൃദയമിടിപ്പ് മാത്രമാണ്. ഏറ്റവും സുരക്ഷിതമാണ് അമ്മയുടെ ഹൃദയമിടിപ്പ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതാണ് ഇഷ്ടപ്പെടുന്നത്. ക്ലാസിക്കലായ ഏതും സ്വരം താണ് പതുക്കെയാണ്. നോക്കിയിട്ടുണ്ടോ? സ്പീഡുള്ള പാട്ടുകൾ 4 എണ്ണം കേട്ടാൽ നമുക്ക് മതിയാവും. ക്ലാസിക്കൽ രീതിയിലേക്ക് വരുമ്പോൾ താളം കുറഞ്ഞു, ശബ്ദം കുറഞ്ഞു,
അമ്മയുടെ ഹൃദയമെടുപ്പുമായിട്ട് യോജിപ്പ് വന്നു. അപ്പോൾ കൂടെ പഠിച്ച ഒരാളെ അന്വേഷിച്ചു കുചേലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ കുചേലന്മാരാണ്. ആ ആൾ നമ്മളെ കാത്തിരിക്കുകയാണ്. രുക്മിണി ചോദിക്കുക വരെ ചെയ്തു കുചേലനോട് ഏത് വഴിക്കാണ് വരണത്. നമ്മൾ വിചാരിക്കുന്നത് ഈ വഴിയാണോ ഈ വഴിയാണോ എന്നല്ല, കുറച്ച് അവിലും കൊണ്ടാണ് വരുന്നത്. ഇത് എങ്ങനെ സമ്പാദിച്ചതാണ് എന്നാണ് അർത്ഥം. അതിൻ്റെ ഒരു പിടി എടുക്കുന്നത് അവിലെന്ന് പറഞ്ഞാൽ ഇനി കുത്തിയിട്ടാൽ മുളയ്ക്കില്ല, കർമ്മങ്ങളില്ല. ഇതാണ് അവിൽ. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഭാരതത്തിലെ എല്ലാത്തിലും നിൽക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം കാലത്തിനെ അതിജീവിക്കുന്ന ഏതിൻ്റെ പിന്നിലും തന്ത്രയുടെ ഒരു കയ്യും രഹസ്യവും ഉണ്ട്. നമുക്കറിയാത്ത ധാരാളം വിജ്ഞാനങ്ങളുണ്ട്. അന്യഗ്രഹത്തിലെ ജീവികൾ ഭൂമിയിൽ വരുന്നു എന്നും ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നുള്ള കഥയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ അറിയുക. പതഞ്ജലി മഹർഷി ശിഷ്യന്മാർക്ക് പാഠം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് പനമ്പട്ട കൊണ്ട് മറച്ച് ശിഷ്യന്മാർ അപ്പുറത്തിരിക്കും. ഗുരുവിൻ്റെ മുഖം കാണാൻ പറ്റില്ല. അങ്ങനെയിരിക്കെ ഒരു ശിഷ്യന് തോന്നി ഗുരുവിനെ ഒന്ന് കാണണമെന്ന്. പനമ്പട്ടയിലൊരു തുളയുണ്ടാക്കി അതിലൂടെ നോക്കി. ഗുരു എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ശിഷ്യന്മാർ ഇമ വെട്ടുന്നുണ്ടോ എന്നാണ് നോക്കണത്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രോതാവ് ഇമ വെട്ടുന്നുണ്ടോ നമ്മൾ നോക്കണം. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇമ വെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. വിശിഷ്ടമായുള്ള പലതും റെക്കി മുതൽക്ക് പലതും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശ്രോതാവ് ഇമ വെട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇമ വെട്ടിയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നർത്ഥം. ഇതാണ് പതഞ്ജലി നോക്കുന്നത്. അപ്പോൾ ശിഷ്യൻ കാണുന്നത് അനന്തനെയാണ്, ഒരു സർപ്പം, ആദിയും അവസാനവും ഇല്ലാത്തത്. സർപ്പങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ധാരാളമുണ്ട്. എനർജിയുടെ ഏറ്റവും ചെറിയ രൂപമാണ് സർപ്പം. ഭുജംഗം, അത് ഏറ്റവും മാഹാത്മ്യം എന്താ വെച്ചാൽ ബാക്കി എല്ലാവർക്കും കയ്യ് കാല് തുടങ്ങിയിട്ടുള്ളതൊക്കെ പല അവയവങ്ങളുണ്ട്. സർപ്പത്തിനതില്ല. അവിടേക്ക് എത്തണമെന്ന് സങ്കല്പിക്കുന്നേ ഉള്ളൂ. ഇഴഞ്ഞങ്ങോട്ട് എത്തും. കാലുകൊണ്ട് ഓടി ചിറകൊണ്ട് പറന്നു ഒന്നുമില്ല സർപ്പത്തിന്. അതുപോലൊരവസ്ഥ നമ്മളിലുണ്ട്. എനർജിക്ക് നമ്മുടെ സങ്കല്പത്തിനെ പ്രാവർത്തികമാക്കാൻ കഴിയും. അൽഫ മൈൻഡ് പവർ എന്ന് പറയും. ധാരാളം പേരത് പഠിച്ചവരും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുമുണ്ട്. ഈഗോ ഇല്ലാത്ത രീതിയിൽ നാം എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് പ്രാവർത്തികമാവും. ഇപ്പോൾ നാം ആഗ്രഹിക്കുന്നതന്നെയാണ് പ്രാവർത്തികമാവുന്നത്. ആത്യന്തികമായി ചിന്തിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പ്രാവർത്തികമായത്. ഇവിടെ ഓരോരുത്തരും ഓരോ കസേരയിരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്താണ് ആ കസേര. ആത്യന്തികമായിട്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത ഈ രൂപ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ. ഇവിടെ നിന്ന് സംസാരിക്കാൻ മറ്റുള്ളവർ വിളിച്ചാണെങ്കിൽ ശരി, ഞാൻ തിരഞ്ഞെടുത്തതല്ലേ ഒരർത്ഥത്തിൽ. ഓരോരുത്തരും ഓരോ കസേരയിലിരിക്കണം. ആര് പറഞ്ഞു? നമ്മൾ തിരഞ്ഞെടുത്തതാണ്. ഈ നമ്മൾ തിരഞ്ഞെടുത്താന്ന് ഓരോരുത്തർക്കും മനസ്സിലാകണം. ആ മനസ്സിലായി വരുമ്പോഴാണ് ജീവിതത്തിന് നമ്മളൊന്ന് ആഘോഷിക്കണം. ആഘോഷം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ആഘോഷമായി എന്നപ്പം നമ്മുടെ വിചാരം. ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പതിവായിട്ട് 1 കിലോ വാങ്ങി തിന്നുന്ന സാധനം 2 കിലോ വാങ്ങിയാൽ ആഘോഷമായി. അല്ല, നൈസർഗികമായ രീതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും വിടുന്നതാണ് ആഘോഷം. ചില ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ വയറിന് ആഘോഷമാണ്. അല്ലാതെ കുറേ ആഹാരം കഴിച്ചാലല്ല ആഘോഷം. ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും നമുക്കൊന്ന് ആഘോഷിച്ചിട്ടുള്ളൊരു ജീവിതം വേണം. ആ ആഘോഷിച്ചിട്ടുള്ളൊരു ജീവിതം വേണമെങ്കിൽ
നമ്മൾ വിവരമുള്ളവരാവണം, അറിവുണ്ടാകണം. അതിനെന്ത് വേണം? നമ്മളുടെ മനസ്സിൽ ഋഷിമാർ പറഞ്ഞത് എത്രയോ കാലമായിട്ട് പറയുകയാണല്ലോ, അത് വീണ്ടും വീണ്ടും ജനം അംഗീകരിക്കുന്നു, പഠിക്കുന്നു. അംഗീകരിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നല്ലൊരു ആശയമുണ്ട്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദേവതയുടെ കാര്യത്തിലും ആ ദേവത എന്തിനായിട്ട് നിലനിൽക്കുന്നു. വൈത്തീശ്വരൻ കോവിലിന് മുമ്പ് ചെന്നപ്പോൾ ഒരാടിൻ്റെ പ്രതിമ ഉണ്ട് അവിടെ. അപ്പോൾ കൂടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു, പണ്ടത്തെ രാജാക്കന്മാർ ഒരു പണിയില്ലാതെ കെട്ടിയിട്ടുണ്ടാക്കിയതാണേ. അപ്പോൾ ആടിൻ്റെയും കോഴിയുടെയൊക്കെ ചിത്രം. ആട് എന്ന് പറഞ്ഞാൽ അഗ്നിതത്വമാണ്. രോഗം മാറ്റുന്നതാണ് വൈത്തീശ്വരൻ. രോഗമുണ്ടാക്കുന്നത് അഗ്നിതത്വമാണ്, രോഗത്തെ മാറ്റുന്നതും അഗ്നിതത്വമാണ്. അപ്പം അഗ്നിയെക്കുറിച്ച് നമ്മൾ എന്ത് കഥ കേൾക്കുമ്പോഴെന്നാണ് അതിൻ്റെ അകത്തെന്താണ് ഒളിപ്പിച്ച് വച്ചിരിക്കണമെന്ന് മനസ്സിലാക്കണം. ഞാൻ മൂകാംബിയിൽ പോയപ്പോൾ അവിടെ ഹോമം നടക്കുന്നു. അപ്പോൾ പട്ടുസാരിയൊക്കെ അഗ്നിയിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു കോടീശ്വരനാണ് നോക്കിക്കൊണ്ട് നിൽക്കണു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പി ആർ നായർ സാറല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പട്ടുസാരിയൊക്കെ അങ്ങനെ തീയിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് ചടങ്ങച്ച എന്താ ചെയ്യാന്ന്. നമ്മൾ പല പൊട്ടത്തരം ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഈ തീയിലേക്ക്, അല്ല മനുഷ്യർക്ക് ചുറ്റാവുന്ന നല്ല സാരിയൊക്കെ ഈ തീയിലേക്ക് ഇടുക എന്നും പറഞ്ഞു. പക്ഷെ എന്താ സത്യം? തീയിലേക്കാണ് ഇട്ടത്. വന്യാണ്, വഹിക്കുന്നതാണ്. ആദ്യത്തെ കൊറിയർ സർവീസാണ് അഗ്നി. അഗ്നിക്കൊരു കാര്യമായിട്ട് കൊടുത്താൽ മേൽവിലാസം വേണ്ട, അഗ്നി എത്തിക്കും ആള്. എന്ന് പറഞ്ഞിട്ട് മേൽവിലാസം ഒന്നും എഴുതണ്ട. പരാശക്തിക്ക് ചുറ്റാനുള്ള സാരി എന്ന് പറഞ്ഞിട്ട് അഗ്നിക്ക് കൊടുത്താൽ എങ്ങനെ കിട്ടണോ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാനിവിടെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ എൻ്റെ പി ആർ എന്നുള്ള പേരെന്നെ അറിയാത്തവരുണ്ടാവും. ഈ നോക്കിയാൽ അവർക്ക് തോന്നുകയാണ് ഒരു കസവുമുണ്ട് ഇയാൾക്ക് കൊടുക്കണം. അന്ന് ഇങ്ങനെ ഇന്ന മീറ്റിങ്ങിന് വന്നപ്പോൾ സംസാരിച്ച ഒരാളുണ്ടല്ലോ, പേരൊന്നും വേണ്ട, ആ ആളെ എത്തിക്കണം. ആ ആളുടെ പേര് മനസ്സിൽ സങ്കല്പിച്ച്, പേരില്ലെങ്കിൽ രൂപം സങ്കല്പിച്ച് തീയിലേക്ക് ഇട്ടാൽ അഗ്നിയുടെ ഡ്യൂട്ടി എന്താ അറിയോ? ഏതിനെയും സൂക്ഷ്മതലത്തിലാക്കും. ഉടനെ അത് കത്തി, നമ്മൾ വിചാരിക്കുക കത്തിപ്പോയി, എവിടെയും പോകണില്ല. അത് മേൽപോട്ട് പോവും, സൂക്ഷ്മതലത്തിൽ പോയിട്ട് അമേരിക്കയിൽ മഴ പെയ്യും, വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ വന്ന് അവിടെ ഒരു മരം മുളയ്ക്കും, അവിടെ ഈ പഞ്ഞി ഉണ്ടാകുന്ന വൃക്ഷം മുളയ്ക്കും. അതിസൂക്ഷ്മമാണ്, സൂക്ഷ്മ. എന്നിട്ട് പലോടത്തിലുമുണ്ടായ പല സംഗതികൾ വഴി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു മുണ്ടായിട്ട് മാറി ആസ്ട്രേലിയയിൽ ഏതെങ്കിലും ഷാപ്പ് കിടക്കും. ആസ്ട്രേലിയയിലത്തെ ഷാപ്പിൽ നിന്ന് അത് ദുബായിക്ക് എക്സിബിഷന് വരുമ്പോൾ അവിടെ കൊണ്ടു വയ്ക്കും. ഇവിടുത്തെ കൊയിലാണ്ടിക്കാരനൊരാൾ ദുബായിൽ പോയിട്ട് അത് വാങ്ങും. അയാൾ വാങ്ങിയിട്ട് കായംകുളത്തുള്ള അമ്മാവനെ കാണാൻ പോകുമ്പോൾ അമ്മാവൻ്റെ കയ്യിൽ കൊടുക്കും. അമ്മാവൻ ഇപ്പോൾ ഏതായാലും വേണ്ട, മരുവാൻ തന്നല്ലേ വെച്ചിട്ട് അലമാരയിൽ വയ്ക്കും. പി ആർ നാഥൻ അവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ വീട്ടിൽ നിന്നൊരു ചായ കുടിക്കാം എന്നാണ് അവിടെ കയറുന്നു. ഇവിടെ പണ്ടത്തെ ഒരു മുണ്ടുണ്ടല്ലോ, ഇയാൾക്ക് കൊടുത്തളേ. ഇവിടെ പണ്ട് അലമാരയിൽ ചുറ്റാതിരിക്കുന്ന മുണ്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ അഗ്നി എത്തിച്ചു, വാഹകനാണ്, വിശ്വസിക്കാം, രജിസ്റ്റർ ചെയ്യാതെ കൊടുക്കാം. ഈ അർത്ഥമാണ് നമ്മുടെ പൂജയുടെ ഒക്കെ ചുരുക്കം. നമ്മൾ ഈ അതിസൂക്ഷ്മമായുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളതില്ല എന്ന് പറയണു. അപ്പോൾ പരാശക്തി സാരി ചുറ്റുമോ എന്നല്ല ചോദ്യം. പരാശക്തി സാരി ചുറ്റുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കുന്നു. ഈ സാരി അമ്മ ചുറ്റും എന്ന അറിവ് നമുക്ക് ഉണ്ടാകണം. ഈ അറിവോടുകൂടി നമ്മളും ജീവിക്കുമ്പോൾ
ധാരാളം സന്തോഷിക്കേണ്ട മുഹൂർത്തങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടും. സന്തോഷിക്കാനാണ് നമുക്ക് ഈ ജീവിതം, ചിരിക്കാനുള്ളതാണ് ജീവിതം. വേദാന്തം എന്ന് പറഞ്ഞാൽ കടുകട്ടിയാണ് എന്ന് വിചാരിക്കരുത്. അത് എപ്പോഴും ഫലിതമാണ്, ചിരിക്കാനുള്ളതാണ്. ഫലിതം എന്ന് പറഞ്ഞാൽ ഫലിക്കുന്നത് എന്നാണ് അർത്ഥം. കുമാരനാശാൻ ഫലിത കവിയാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ആ കവിത ഫലിച്ചു. ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ചൊരു അന്തർമുഖത്വം വേണം. ഇന്ന് ജീവിതത്തിൽ നമ്മൾ എല്ലാവരുടെയും പുറമേയുള്ള രൂപം അറിയണം, ബാഹ്യരൂപം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ബാഹ്യരൂപം ഞാൻ കണ്ടു. നല്ല ഡ്രസ്സാണ്, ഒക്കെ നല്ല ഭംഗിയായിരിക്കുന്നു, നല്ല ശമ്പളം കിട്ടുന്നവരുണ്ട്, നല്ല പെൻഷൻ കിട്ടുന്നവരുണ്ട്. എല്ലാവർക്കും എന്ത് സുഖം. ഇപ്പം പെൻഷനും ശമ്പളമൊക്കെ നല്ലപോലെ കിട്ടുന്ന കാലമാണ്. അങ്ങനെ എല്ലാവരുടെയും ബാഹ്യരൂപം കണ്ടതിന് പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെ അറിയോ? ബാഹ്യരൂപമല്ല, ആന്തരിക രൂപം മാത്രം നോക്കണം. കോപ്പറേറ്റീവ് ബാങ്കിൽ ഇത്ര കടമുണ്ട്, നടുവേദന ഉണ്ട്, മറ്റേ പ്രശ്നമുണ്ട്, മറ്റന്നാൾ കേസാണ്. എൻ്റെ കാര്യം വരുമ്പോൾ വയ്യായ പലതും ഉണ്ട്, വീട്ടിൽ പ്രോബ്ലം ഉണ്ട്. അവനവൻ്റെ കാര്യം വരുമ്പോൾ ആന്തരിക ലോകവും ബാക്കിയുള്ളവരുടെ ലോകത്തിൽ കാണുമ്പോൾ ബാഹ്യരൂപവും. അയാൾക്ക് നല്ല സുഖമല്ലേ, എന്താ പെൻഷൻ എന്നറിയോ? ഭാര്യ ഇപ്പം ഈയിടെ മരിച്ചല്ലോ, ഭാര്യ മരിച്ചാന്താന്ന്, ഭാര്യയുടെ പെൻഷനും കിട്ടില്ലേ? അങ്ങനെയാണ് ചിന്ത പോക്ക്. എല്ലാവരുടെ രൂപം കണ്ട് അവനവനിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്തു? അകത്തേക്ക് തിരിഞ്ഞു. ഇതിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ സാധാരണക്കാരൻ കണക്കും സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന പോലെ PSC പരീക്ഷ എഴുതണമെങ്കിൽ ആകെ പഠിക്കണം. കൂടെ ഈ എന്താണ് തന്ത്ര, അത് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. കൈയനക്കുന്നതും നമ്മൾ ചിരിക്കുന്ന മുതൽക്ക് ഓരോന്നിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ട്. അത് ഏറ്റവും ആധുനിക ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പ്രാമുഖ്യത്തോടു കൂടിയിട്ട് ചെയ്ത ഒരു യുവാവാണ് രാമാനന്ദൻ. ആ രാമാനന്ദന് ഇന്ന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്ക് സന്തോഷിക്കണം. അറിയിക്കുന്നവർക്ക് വേണം അംഗീകാരം കൊടുക്കാൻ. ഇന്ന് പലപ്പോഴും അംഗീകാരം കിട്ടുന്ന ആളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് ആയിരിക്കും. ഈ തന്ത്രയുടെ വിവിധ രൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ പശുവിനൊന്ന് ഒഴിഞ്ഞാൽ പ്രഷർ കുറയും, സംശയം വേണ്ട. ആദ്യം നാടൻ പശുവിൻ്റെ പ്രാധാന്യം എന്താ അറിയണം. മുതുകത്തൊരു കൂന് പോലൊരു സ്ഥലമുണ്ട്, അവിടെ കൈ വയ്ക്കൂ. സൂര്യപ്രകാശം അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. സൂര്യകേതു നാഡി എന്ന നാഡിയിൽ കൂടെ ഒന്നിങ്ങനെ തലോടൂ, പ്രഷർ കുറയും. ഇങ്ങോട്ടായാൽ പ്രഷർ കൂടും. അതുകൊണ്ടാണ് പശുവിനെ തലോടുന്നവർക്ക് പ്രഷറും ഇല്ല, അസുഖങ്ങളും ഇല്ല. നമ്മൾ ഇതിൽ നിന്നൊക്കെ പോയപ്പോൾ എന്തായി? പ്രഷറുണ്ട്, പ്രഷറിൻ്റെ ഗുളിക കഴിക്കും, മരണം വരെ കഴിക്കണം. കുറേ കാലം ഗുളിക കഴിക്കുമ്പോൾ ഷുഗറും വരും, അപ്പോൾ ഷുഗറിനെല്ലാം കൂടി കഴിക്കണം. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും സമ്മതിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. രാമാനന്ദന് കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം.